بسم الله الرحمن الرحيم الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ കിതാബു തൗഹീദിൽ നിന്നുള്ള അധ്യായങ്ങളാണ് വിശദീകരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബു തൗഹീദിൽ തൗഹീദിൻ്റെ ഹുക്മ്, തൗഹീദിൻ്റെ മഹത്വം, തൗഹീദ് സാക്ഷാത്കരിച്ചവർക്കുള്ള മഹത്വം, ഷിർക്കിനെ കുറിച്ചുള്ള പേടി, ഇതെല്ലാമാണ് നമ്മൾ വിശദീകരിച്ചത്, മനസ്സിലാക്കുകയും ചെയ്തത്. ഇന്ന് തുടർന്നുള്ള അധ്യായമായ ബാബു ദുആഇ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അധ്യായമാണ്. ബാബു ദുആഇ ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കുള്ള, സാക്ഷ്യത്തിലേക്കുള്ള ക്ഷണം, വിളി, ദഅവത്ത്, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം.
ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തു കലിമയിലേക്കുള്ള ദഅവത്ത് പ്രബോധനം നടത്തുന്നതിൻ്റെ ഹുക്മ് വിശദീകരിക്കുകയാണ്. അതിൻ്റെ മഹത്വം അറിയിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിക്കുന്നത്. ഒരാൾ തൗഹീദിൻ്റെ ഹുക്ം എന്ത് എന്ന് മനസ്സിലാക്കി. തൗഹീദ് വാജിബാണ്. പിന്നീട് തൗഹീദിൻ്റെ മഹത്വം മനസ്സിലാക്കി. പിന്നീട് തൗഹീദ് സാക്ഷാത്കരിച്ചവർക്കുള്ള മഹത്വം മനസ്സിലാക്കി. ഷിർക്കിനെ ഭയക്കുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കി. തൗഹീദുമായി ബന്ധപ്പെട്ട ഈ പ്രധാന വിഷയങ്ങൾ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. പഠിച്ചത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഉൾക്കൊണ്ടത് മറ്റുള്ളവരോട് ഗുണകാംക്ഷയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ തൗഹീദ് എത്തിക്കുന്നതിൻ്റെ വിധി, അതാണ് ഈ അധ്യായത്തിലെ വിഷയം. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാരിദായിട്ടുള്ള വന്നിട്ടുള്ള 2 ഹദീസുകളുമാണ് ഈ വിഷയത്തിൽ ഷെയ്ഖ് ഈ അധ്യായത്തിൽ നൽകിയിട്ടുള്ളത്. വഖൗലുല്ലാഹി തആല ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഇതാണ് ആയത്ത്. ഖുൽ ഹാദിഹി സബീലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുകയാണ്, ഇതാണ് എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നു, ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ബസീറത്ത് കൊണ്ട്, അന ഞാനും, വമനിത്തബഅനി എന്നെ പിൻപറ്റിയവരും. ഇവിടെ ഈ വചനം അറിയിക്കുന്നത് ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ് അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃക ഉണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുവാൻ, പിൻപറ്റുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിൻപറ്റുന്നവരുടെ മേൽ വാജിബായ സംഗതി എന്താ? വാജിബായ സംഗതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതുപോലെ ദഅവത്ത് നടത്തുക എന്നുള്ളതാണ്, പ്രബോധനം നടത്തുക എന്നുള്ളതാണ്. പ്രഥമമായും പ്രധാനമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിലേക്കാണ്. തൗഹീദിൻ്റെ ഹുക്ം എന്താ? അല്ലെങ്കിൽ തൗഹീദിലേക്ക് ദഅവത്ത് നടത്തുന്നതിൻ്റെ ഹുക്ം, തൗഹീദിനെ കുറിച്ച് അറിഞ്ഞവർ, ദഅവത്ത് നടത്തുവാൻ കഴിവുള്ളവർ, അവരുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് ക്ഷണിക്കുകയും വിളിക്കുകയും ചെയ്യുക എന്നുള്ളത്. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം
അത് പിൻപറ്റുവാനാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടുള്ളത്. അപ്പോൾ തിരുനബിയുടെ മാർഗം അനുധാവനം ചെയ്തുകൊണ്ട് നമ്മൾ ദഅവത്ത് നടത്തുവാൻ നിർബന്ധിതരാണ് കലിമത്തു തൗഹീദിലേക്ക്. ഈ ആയത്തിൻ്റെ തേട്ടം അറിയിക്കുന്ന ഹദീസുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ് ആദ്യമായി തൗഹീദിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത്. ആദ്യമായി തൗഹീദിലേക്ക് ദഅവത്ത് നടത്തണം എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അറിയിക്കുന്ന ഹദീസാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ഈ ആയത്തിൻ്റെ തേട്ടം എന്ത് എന്നുള്ളത് തുടർന്ന് വരുന്ന ഹദീസും അറിയിക്കുന്നുണ്ട്. തൗഹീദിലേക്കുള്ള ദഅവത്ത്, തൗഹീദ് മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം, ദഅവത്ത് നിർവഹിക്കുവാൻ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അധ്യായത്തിന് പേര് വെച്ചത് അദ്ദുആ ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. കിതാബ് തൗഹീദിന്റെ ചില കോപ്പികളിൽ അദ്ദഅവത്തു ഇല തൗഹീദ്, തൗഹീദിലേക്കുള്ള ദഅവത്ത്, ക്ഷണം എന്ന് നാമകരണത്തിലും ഈ അധ്യായം വന്നിട്ടുണ്ട്. അത് പ്രാമാണികരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഖുൽ ഹാദിഹി സബീലി, തിരുനബിയോട് പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുകയാണ്, ഇതാണ് എൻ്റെ മാർഗം. അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ, അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ബസീറത്തോടുകൂടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം അത്യുത്തമമായ മാർഗമാണ്. അത് ദഅവത്ത് നിർവഹിക്കുന്ന മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും നല്ല വാക്ക് സംസാരിച്ചവൻ ആരാ? അള്ളാഹുവിലേക്ക്, അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ്. അപ്പം ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുടെ വാക്കാണ്. ഏറ്റവും നല്ല അമലോ, ഏറ്റവും നല്ല അമല് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുടെ അമലുമാണ്. തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരുടെ വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. അവരുടെ അമലാണ് ഏറ്റവും നല്ല അമൽ. ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഹാദാ ഹബീബുല്ലാഹ്, ഹാദാ വലിയുല്ലാഹ്, ഹാദാ സഫ്വത്തുല്ലാഹ് മിൻ ഖൽഖിഹി, അജാബല്ലാഹ ഫീ ദഅവതിഹി വദഅ അന്നാസ ഇലാ മാ അജാബല്ലാഹു ഫീഹി മിൻ ദഅവതിഹി, ഹാദാ ഹബീബുല്ലാഹ്. എന്താ ഹാദാ ഹബീബുല്ലാ? ഇത് അള്ളാഹിൻ്റെ ഹബീബായ ഇഷ്ടദാസനായ റസൂലാണ്. ഹാദാ വലിയുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ മിത്രമായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹാദാ സഫ്വത്തുല്ലാഹ് മിൻ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണ് റസൂലുള്ളാഹ്. അജാബല്ലാഹ ഫീ ദഅവതിഹി, അള്ളാഹുവിൻ്റെ വിളിക്ക് ആ തിരുനബി ഉത്തരമേകി. വദഅ അന്നാസ ഇലാ മാ അജാബല്ലാഹ ഫീഹി മിൻ ദഅവതിഹി, അള്ളാഹു തന്നെ ക്ഷണിച്ചതിന് അള്ളാഹുവിന് ഉത്തരമേകിക്കൊണ്ട് ജനങ്ങളെ ക്ഷണിച്ചവനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാദാ ഹബീബുല്ലാഹ്, ഇതാ അള്ളാഹുവിൻ്റെ ഹബീബ്. അപ്പം അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തിരുനബിയുടെ മാർഗമാകുന്നു അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഞാൻ ക്ഷണിക്കുന്നു എന്നുള്ളത്. അവിടെ ആ പ്രയോഗത്തിൽ നിന്ന് ആരിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്? ആരിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത്? നമ്മൾ വിളിക്കേണ്ടതും ക്ഷണിക്കേണ്ടതും അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്ക്. അള്ളാഹുവിൻ്റെ ഏകത്വം ആരാധനയിൽ, രക്ഷാകർതൃത്വത്തിൽ, നാമങ്ങളിൽ, വിശേഷണങ്ങളിൽ
അതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അപ്പം അള്ളാഹുവിലേക്ക് ആണ് ക്ഷണിക്കേണ്ടത്. അത് നമുക്ക് ഇഖ്ലാസ് പഠിപ്പിക്കുന്നു. ക്ഷണം അത് അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കായിരിക്കണം. നമുക്ക് കാപട്യമുണ്ടാകരുത്, നമ്മുടെ പ്രവർത്തനത്തിൽ കളങ്കമുണ്ടാകരുത്. ഏതെങ്കിലും വ്യക്തികളിലേക്കല്ല, ആർക്കെങ്കിലും വേണ്ടിയല്ല. പിന്നെയോ ഏതെങ്കിലും പാർട്ടിക്കോ ഏതെങ്കിലും ഗ്രൂപ്പിനോ ഏതെങ്കിലും ഗോത്രത്തിനോ അല്ല. പ്രത്യുത അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന് മാത്രമായി ക്ഷണിക്കണം എന്നുള്ളത് ഇലല്ലാ എന്നുള്ള പ്രയോഗം നമ്മളെ പഠിപ്പിക്കുന്നു. ക്ഷണിക്കുമ്പോൾ അല ബസീറത്തിൻ, ബസീറത്തിലായിരിക്കണം ക്ഷണിക്കേണ്ടത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായിട്ടുള്ള അറിവാണ്. ബസീറത്ത് എന്നുള്ളത് ഖൽബിൻ്റെ കാഴ്ചയാണ്. കണ്ണിൻ്റെ കാഴ്ചയാണ് നമ്മുടെ ബാഹ്യമായ കണ്ണ് നിർവഹിക്കുന്നത്. നമുക്ക് അകക്കണ്ണുണ്ട്, അതാണ് ഖൽബ്. ആ ഖൽബിൻ്റെ കാഴ്ച അതെങ്ങനെയാണ് ഉണ്ടാകുക? ഖൽബ് കാണണമെങ്കിൽ അറിവ് വേണം. അള്ളാഹുവിനെ ഏകനാക്കാൻ ഖൽബിനുണ്ടാകേണ്ട കാഴ്ച ശർഈയായ നാഫിആയ ഇൽമാണ്, അറിവാണ്. അതേപോലെ തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്നതായ ഇതര അറിവുകളുമാണ്. അപ്പോൾ ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ്, അതാണ് ബസീറത്ത്. അതാണ് കണ്ണിനെ, ഖൽബിനെ തുറപ്പിക്കുന്ന, ഖൽബിനെ കാഴ്ചയേകുന്നതായ സംഗതി. അപ്പോൾ അതാണ് അല ബസീറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അങ്ങനെ അള്ളാഹുവിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിക്കുന്നു. വമൻ ഇത്തബഅനി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, എന്നെ പിന്തുടർന്നവരും. അപ്പം ഞാനും എന്നെ പിന്തുടർന്നവരും ബസീറത്തോടുകൂടി അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനേകനാക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. ഇതാകുന്നു എൻ്റെ മാർഗം എന്ന് പറഞ്ഞു. ആ മാർഗം ഫോളോ ചെയ്യാൻ നമ്മളോട്, പിൻപറ്റുവാൻ നമ്മളോട് പറഞ്ഞു. അത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. തൗഹീദ് മനസ്സിലാക്കി ദഅവത്ത് നിർവഹിക്കുവാൻ കഴിവുള്ളവരുടെ മേൽ വാജിബാണ് ദഅവത്ത് നിർവഹിക്കൽ എന്നത് ഈ ആയത്ത് അറിയിക്കുന്നു. അത് നിർബന്ധ ബാധ്യതയാണ് എന്നുള്ള ഹുക്മ് അറിയിക്കുവാനാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത്, ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നൽകിയത്. ഇനി ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് നൽകുന്നത് ആയത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കുവാനും അറിയുവാനുമാണ്. ഹദീസിൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഒരു സന്ദർഭം എടുത്തുദ്ധരിച്ചാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ബഅസ മുആദൻ ഇലൽ യമൻ ഖാല ലഹു ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله وفي رواية إلى أن يوحدوا الله فإنهم أطاعوك لذلك فأعلمهم أن الله افترض عليهم 5 صلوات في كل يوم وليلة فإنهم أطاعوك لذلك فأعلمهم أن الله افترض عليهم صدقة تؤخذ من أغنيائهم فترد على فقرائهم فإنهم أطاعوك لذلك فإياك وكرائم أموالهم واتقي دعوة المظلوم فإنه ليس بينها وبين الله حجاب أخرجه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഹദീസിന്റെ റിപ്പോർട്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നാണ് ഹദീസിന്റെ നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം തങ്ങൾ ലമ്മ ബഅസ മുആദൻ, മുആദിനെ നിയോഗിച്ചപ്പോൾ, അയച്ചപ്പോൾ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ നിയോഗിച്ചപ്പോൾ എവിടേക്ക്? ഇലൽ യമൻ, യമനിലേക്ക് നിയോഗിച്ചയച്ചപ്പോൾ ഖാല ലഹു, മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, ഇന്നക
തീർച്ചയായും മുആദ് താങ്കൾ തഅതി നിങ്ങൾ ചെല്ലുന്നു ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് അഹ്ലുൽ കിതാബിൽ നിന്നുള്ള ഒരു വിഭാഗത്തിലേക്ക്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ, ജൂതന്മാർ, ക്രൈസ്തവർ, അവരിൽ നിന്നുള്ള ഒരു വിഭാഗത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. യമനിൽ ജൂത ക്രൈസ്തവരുണ്ടായിരുന്നു, മുശ്രിക്കുകൾ കുറവായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രബോധിതർ ആര് എന്നുള്ളത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. കാരണം ആരോട് ദഅവത്ത് നടത്തുന്നു എന്നുള്ളത് ഒരു ദാഇ, പ്രബോധകൻ അറിഞ്ഞിരിക്കണം. എന്നെങ്കിലാണ് എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്, എന്താണ് ദഅവത്തിൽ ഊന്നേണ്ടത് എന്നുള്ളത് ദായിക്ക് അറിയുള്ളൂ. ഒരു ക്രൈസ്തവനോട് ഹൈന്ദവനോട് സംസാരിക്കുന്ന വിഷയങ്ങൾ സംസാരിച്ചാൽ ശരിയാവില്ല. ജൂതനോട് ഹൈന്ദവനോട് സംസാരിക്കുന്ന വിഷയങ്ങളല്ല സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രബോധിതർ ആരാണ് എന്നുള്ളത് പ്രബോധകൻ അറിയണം. അതേപോലെ തന്നെ പ്രബോധകനോട് ഏതൊരു ശൈലി പ്രയോഗിച്ചാലാണ് ഉപകരിക്കുക എന്നുള്ളത് പ്രബോധകൻ അറിയണം. അതിനെന്ത് വേണം? തൻ്റെ പ്രബോധിതർ ആര് എന്നുള്ളതിൻ്റെ ഒരു ധാരണ ഉണ്ടാകണം. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ധാരണ നൽകുകയാണ് ആർക്ക്? മുആദ് റളിയല്ലാഹു അൻഹുവിന്. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗത്തിലേക്കാണ് താങ്കൾ ചെല്ലുന്നത്. അതുകൊണ്ട് ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫല്യകുൻ ആവട്ടെ, എന്ത്? അവ്വല മാ തദ്ഊഹും ഇലൈഹി, താങ്കൾ അവരെ ക്ഷണിക്കുന്നത് എന്ത്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനം ആകട്ടെ. ഇവിടെ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഫല്യകുൻ എന്ന നാഖിസായ ആ ഫെയിലിൻ്റെ കാനയുടെ ഇസ്ം അതിനെ പിന്തിപ്പിച്ച്, എന്നിട്ട് അവ്വല മാ തദ്ഊഹും ഇലൈഹി എന്ന ഖബറിനെ മുന്തിപ്പിച്ച്. എന്തിനാണ് ഈ മുന്തിപ്പിക്കലും പിന്തിപ്പിക്കലും ഇവിടെ നടന്നത്? ശരിക്ക് ഫല്യകുൻ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവ്വല മാ തദ്ഊഹും ഇലൈഹി എന്നാ പറയേണ്ടത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചില ഹിക്മത്തിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അറിയാൽ അനിവാര്യമായ ഒരു വിഷയം തെര്യപ്പെടുത്തുവാനാണ് ആ ശൈലി പ്രയോഗിച്ചത്. ഫല്യകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി, താങ്കൾ ആദ്യമായി ക്ഷണിക്കുന്നത് ഏതിലേക്കായിരിക്കണം? അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനത്തിലായിരിക്കണം. അതായിരിക്കണം ആദ്യമായി ക്ഷണിക്കുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കുള്ള ദഅവത്ത് പ്രഥമവും പ്രധാനവുമായി നിർവഹിക്കേണ്ടതാണ്. ആദ്യം പറയേണ്ടത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്നുള്ളതിനെ അറിയിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവ്വല മാ തദ്ഊഹും എന്നുള്ള ആ ഖബറിനെ മുന്തിപ്പിച്ച് ഇവിടെ ഉണർത്തിയത്. ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫല്യകുൻ എന്ന് പറയില്ലേ, അവിടെ ഫ തഅഖീബിന്റെ ഫയാണ്, തർത്തീബിന്റെ ഫയാണ്. അഥവാ നിങ്ങൾ അവിടെ എത്തിയാൽ പെട്ടെന്ന് നിർവഹിക്കേണ്ടത് തൗഹീദിലേക്കുള്ള ദഅവത്താണ് എന്ന തേട്ടം അതിലുണ്ട്. ആളുകളെ പെട്ടെന്ന് ദഅവത്ത് എത്തിക്കേണ്ട, തൗഹീദ് എത്തിക്കേണ്ട ബാധ്യത പ്രബോധകനുണ്ട് എന്നുള്ളത് ആ പ്രയോഗം അറിയിക്കുന്നു. ചില റിപ്പോർട്ടുകളിലുള്ളത് വഫി റിവായത്തിൻ ഇല അയ്യുവഹിദുല്ലാഹ്, താങ്കൾ ആദ്യമായിട്ട് അവരെ ക്ഷണിക്കേണ്ടത് ഇല അയ്യുവഹിദു അല്ലാഹ, അവർ അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ്. ഇല അയ്യുവഹിദു, അവർ ഏകനാക്കുന്നതിലേക്കാണ് അള്ളാഹുവിനെ.
അപ്പോൾ അവർ അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്കാണ്. ഏത് വിഷയത്തിലാണ് ഏകനാക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിഷയത്തിൽ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ, അള്ളാഹു റബ്ബാണ്, രക്ഷാകർതൃത്വം അത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കണം. അതേപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അസ്മാവുകളും സിഫത്തുകളും അത് ഇസ്മുകളും സിഫത്തുകളും അസ്മാവും സിഫാത്തും അതിൽ അള്ളാഹു ഏകനാണ് എന്നതിലേക്കും അവരെ ക്ഷണിക്കണം എന്നാണ് അവിടെ അതിൻ്റെ തേട്ടം. ഇലാ യുവഹിദുല്ലാഹ്. എന്നിട്ട് ഇബ്നു അബ്ബാസിൻ്റെ ഹദീസ് തുടരുകയാണ്. ഫഇൻഹും അതാഉക ലിദാലിക്. ഫഇൻഹും അവർ എന്ന് പറഞ്ഞാൽ യമനിലെ ആ വേദക്കാർ അതാഉക് താങ്കളെ അനുസരിച്ചാൽ ലിദാലിക് അതിന് ഏതിന് അഥവാ തൗഹീദിലേക്കുള്ള വിളിക്ക് കീഴ്പ്പെടുകയും അവർ അനുസരിക്കുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ സമ്മതിച്ചാൽ, ഫഅലിംഹും ഉടനടി താങ്കൾ അവരെ അറിയിക്കണം. അവിടെ വീണ്ടും തർത്തീബിന്റെ ഫായാണ്. പെട്ടെന്ന് അവരെ അറിയിക്കണം, അവരെ പഠിപ്പിക്കണം. ഫഅലിംഹും അവരെ അറിയിക്കണം, പഠിപ്പിക്കണം. അന്നല്ലാഹ ഇഫ്തറദ അലൈഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഫർദാക്കിയിരിക്കുന്നു. 5 സലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. 5 സലവാത്ത് 5 നമസ്കാരങ്ങൾ ഫീ കുല്ലി യൗമിൻ വലൈല എല്ലാ രാവിലും പകലിലും 5 സമയത്തെ നമസ്കാരങ്ങൾ 5 നമസ്കാരങ്ങൾ ഫർദാക്കി എന്നത് അവരെ അറിയിക്കണം. അപ്പം 5 നിസ്കാരങ്ങളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം? തൗഹീദ് കഴിഞ്ഞാൽ തൗഹീദ് ഉൾക്കൊണ്ടവരുടെ മേൽ ബാധ്യതയാണെന്ത്? 5 സമയങ്ങളിലെ നിസ്കാരം. അവിടെ ഹനഫികൾ അവർക്ക് വാജിബായ നിസ്കാരം 6ഉം ഫർളായ നിസ്കാരം 5ഉമാണ്. വിത്റും അവർക്ക് വാജിബാണ്. ഫർള് പറഞ്ഞാൽ ഖണ്ഡിതമായ തെളിവിലൂടെ വന്നതാണ് സ്ഥാപിതമായത്, അവർ ഫർളായിട്ടും വന്നിയായ ദലീലിലൂടെ സ്ഥാപിതമായത് അവർ വാജിബായിട്ടും എണ്ണും. അങ്ങനെ അവർക്ക് വാജിബായിട്ടുള്ള നിസ്കാരം 6ഉം ഫർളായത് 5ഉമാണ്. ഫർള് സുബ്ഹി, ദുഹർ, അസർ, മഗ്രിബ്, ഇശ. വാജിബോ ഇതിനോടൊപ്പം വിത്റും. പക്ഷേ ഈ ഹദീസ് ഹനഫികൾക്ക് ഖണ്ഡനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയത് എത്ര? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയത്, വാജിബാക്കിയത് 5 നമസ്കാരങ്ങളാണ്, ഓരോ രാവിലും പകലിലും. വിത്ർ ഇല്ല എന്നർത്ഥം. അപ്പോൾ അത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഫഇൻഹും അതാഉക ലിദാലിക് 5 സമയങ്ങളെ നമസ്കാരത്തിന് അവർ താങ്കൾക്ക് അനുസരിച്ചാൽ ഫഅലിംഹും അവരെ അറിയിക്കുക, അന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഇഫ്തറദ അലൈഹിം അവരുടെ മേൽ ഫർദാക്കിയിരിക്കുന്നു സദഖതൻ. സദഖതൻ എന്നാണ് ഇവിടെ ഉദ്ദേശം, സകാത്തൻ എന്നർത്ഥം. സകാത്തിന് സദഖ എന്ന് പ്രയോഗിക്കും. സകാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കണം. തുഖദു മിൻ അഗ്നിയാഇഹിം അവരിലെ ധനികന്മാരിൽ നിന്ന് അത് എടുക്കപ്പെടും, സ്വീകരിക്കപ്പെടും. ഫതുറദ്ദു അലാ ഫുഖറാഇഹിം അവരിലെ ഫുഖറാക്കൾക്കിടയിൽ അത് നൽകപ്പെടുകയും വീതിക്കപ്പെടുകയും ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമസ്കാരത്തിനപ്പുറം പറയാനുള്ളതും പഠിപ്പിക്കാനുള്ളതും എന്താണ്? സകാത്തിനെ കുറിച്ചാണ്, സദഖയെ കുറിച്ചാണ്. സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഫർദാക്കിയിരിക്കുന്നു. അത് അവരിലെ ധനികന്മാരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടണം, എന്നിട്ട് അവരിലെ ഫുഖറാക്കൾക്കിടയിൽ വിതരണം ചെയ്യണം. അവിടെ സകാത്ത് പിടിച്ചെടുക്കപ്പെടണം എന്നാണ്. ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന ഗവർണർ അല്ലെങ്കിൽ സകാത്തിന് വേണ്ടിയിട്ട് ജോലിയെടുക്കുന്ന ആളുകൾ അവർ അത് എടുക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്. ആരിൽ നിന്ന്? അവരിലെ ധനികന്മാരിൽ നിന്ന്, മുസ്ലിമീങ്ങളിലെ ധനികന്മാരിൽ നിന്ന്. എന്നിട്ടോ
അത് അവരിലെ ഫക്കീറന്മാർക്കിടയിൽ വീതിക്കണം എന്നാണ്. അതിൽ നിന്ന് പണ്ഡിതന്മാർ മെനഞ്ഞെടുത്ത മസാല, മുസ്ലിമീങ്ങളിലെ ഫക്കീറന്മാർക്കാണ് സക്കാത്ത്, മുസ്ലിമീങ്ങൾക്കിടയിലാണ് സക്കാത്ത് വീതം വെക്കേണ്ടത്. ആ മുസ്ലിമീങ്ങൾക്ക് സക്കാത്തിൻ്റെ വിഹിതം ഇല്ല എന്ന് ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൊതു ദാനധർമ്മങ്ങൾ അതിൽ അമുസ്ലിമീങ്ങളെ പങ്കെടുപ്പിക്കാവുന്നതാണ്. പക്ഷേ സക്കാത്ത് അത് മുസ്ലിമീങ്ങളുടെ ധനികരിൽ നിന്ന് സ്വീകരിച്ചിട്ട് മുസ്ലിമീങ്ങളുടെ ഫക്കീർമാർക്കിടയിൽ വീതിക്കണം എന്നാണ് ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സക്കാത്തിന് 8 അവകാശികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ എന്ന് തുടങ്ങിയിട്ട് ആ 8 വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 8 വിഭാഗത്തെ പറഞ്ഞിട്ടില്ല. പിന്നെയോ ഫക്കീറന്മാർക്കിടയിൽ, മുസ്ലിമീങ്ങളുടെ ഫക്കീറന്മാർക്കിടയിൽ അത് നൽകപ്പെടണം എന്നാണ് പറഞ്ഞത്, ഏൽപ്പിക്കപ്പെടണം എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയൊരു വിഷയം, അതായത് സക്കാത്ത് സ്വീകരിച്ചിട്ട് 8 വിഭാഗം അത് നൽകപ്പെടാനില്ലെങ്കിൽ ഒരേ വിഭാഗത്തിന് നൽകിയാൽ മതി. ഫക്കീറന്മാർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഫക്കീറന്മാർക്ക് മാത്രം നൽകാം. അതേപോലെ തന്നെ ഒരു വിഭാഗത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ സക്കാത്ത് വീടും എന്നുള്ളതും ഈ പ്രയോഗത്തിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഫക്കീറും മിസ്കീനും ഇവിടെ ഉദ്ദേശമാണ്. ഫക്കീറും മിസ്കീനും ഒന്നിച്ച് പറയുമ്പോഴാണ് ഫക്കീർ ആര്, മിസ്കീൻ ആര്. ഫക്കീർ പറ്റ നിർധനനാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫക്കീറിനേക്കാൾ അവസ്ഥ ഭേദമായവനാണ്, എങ്കിലും സക്കാത്ത് സ്വീകരിക്കുവാൻ അർഹനായ വ്യക്തിയാണ്. ആ ഫക്കീർ മിസ്കീന്മാർക്കിടയിൽ അത് വീതിക്കണം എന്നുള്ളത് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദിനോട് പറയാണ്. ഫൈൻഹും അതാഊക ലിദാലിക്, സക്കാത്തിന്റെ വിഷയത്തിലും അവർ താങ്കളെ അനുസരിച്ചാൽ ഫഇയ്യാക വകറാഇമ അംവാലിഹിം, ഫഇയ്യാക് ഇത് തഹ്ദീറിനാണ്, നിങ്ങൾ സൂക്ഷിക്കണം. വകറാഇമ അംവാലിഹിം, അവരുടെ സമ്പത്തുക്കളിൽ നിന്ന് മൂല്യവത്തായത്, വിലപിടിപ്പുള്ളത് പിടിച്ചെടുക്കുന്നത്, അത് മാത്രം സ്വീകരിക്കുന്നത് സൂക്ഷിക്കണം എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശം? അതായത് സക്കാത്ത് എടുക്കുമ്പോൾ ആരുടെ സ്വത്തിൽ നിന്നാണ് സക്കാത്ത് എടുക്കുന്നത് അതിൽ നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക സക്കാത്തായിട്ട്. അത് പാടുള്ളതല്ല. ആ മൂല്യവത്തായത്, വിലപിടിപ്പുള്ളത് മാത്രം സക്കാത്തായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളത് സക്കാത്ത് സ്വീകരിക്കുന്നവരുടെ മേൽ പാടുള്ളതല്ല. അങ്ങനെ സക്കാത്ത് എടുക്കപ്പെടുന്നതായ ധനികനോട് അക്രമം കാണിക്കുന്നത് സൂക്ഷിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വത്തഖി ദഅവത്തൽ മദ്ലൂം, വത്തഖി നീ സൂക്ഷിക്ക്, ദഅവത്തൽ മദ്ലൂം അക്രമിക്കപ്പെടുന്നവന്റെ ദഅവത്തിനെ, ദുആയെ. ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ഫഇന്നഹു കാരണം, ലൈസ ബൈനഹാ അക്രമിക്കപ്പെടുന്നവന്റെ, അക്രമത്തിന് ഇരയാകുന്നവന്റെ ദുആക്കും വബൈന അല്ലാഹ് അള്ളാഹുവിൻ്റെയും ഇടയിൽ ഇല്ല ഹിജാബുൻ മറ എന്ന് പറഞ്ഞാൽ, ഇവിടെ സക്കാത്ത് സ്വീകരിക്കുന്നവൻ ആരിൽ നിന്നാണ് സക്കാത്ത് എടുക്കുന്നത്? അയാളിലെ കാര്യപ്പെട്ട വിലപ്പെട്ടത് മാത്രം തിരഞ്ഞ് സക്കാത്ത് ആയിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളത് സൂക്ഷിക്കാനാണ് റസൂലുള്ളാഹി പറയുന്നത്. ഇയ്യാക വകറാഇമ അംവാലിഹിം, അത് സൂക്ഷിക്ക്, തഹ്ദീറിന്റെ സീഗയാണ്. എന്നിട്ട് പറയാണ്, കാരണം പറയാണ്, വത്തഖി ദഅവത്തൽ മദ്ലൂം അക്രമത്തിന് ഇരയാകുന്ന, അക്രമിക്കപ്പെടുന്നവന്റെ ദുആ സൂക്ഷിച്ചോ. ഫൈനഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിനും ഇടയിൽ മറയില്ല എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുന്നവന്റെ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. മർദ്ദകൻ ആരാണോ അവന്റെ നേരെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് ഖബൂലാക്കും. ഇതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്ന് വളരെയധികം ഗൗരവത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
പല മനുഷ്യന്മാരും പലവിധ അന്യായങ്ങൾക്ക് ഇരയാകുന്നത് നമ്മൾ കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ നാവിനാൽ, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കൈകളാൽ, മറ്റുള്ളവരുടെ ആയുധങ്ങളാൽ, മറ്റുള്ളവരുടെ വേദികളാൽ പല സാധുക്കളും ആക്രമിക്കപ്പെടുന്ന ഒരു ദുരന്ത കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആദർശത്തിൻ്റെ പേരിൽ, അഭിമാനത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ നാവാൽ, നമ്മളുടെ കയ്യാൽ, നമ്മളുടെ പ്രചരണത്താൽ ഒരു സാധു, ഒരു വ്യക്തി ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ ആ ആക്രമിക്കപ്പെടുന്നവന് ഉള്ള ദുആ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആരാണ് ആക്രമിക്കപ്പെടുന്നവർ? അവർ ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ അള്ളാഹുവിന് മുന്നിൽ സുജൂദിൽ കിടക്കുന്നവരാണ് എങ്കിൽ ആ സുജൂദിൽ കിടന്നുള്ള ദുആ അത് അർശിന് നേരെ ഉയരുമ്പോൾ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുകയായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിന് മീതെ അവന് ലാ തഖുദുഹു സിനത്തും വലാ നൗം, അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ പിടികൂടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഉപരിലോകത്ത് സ്വീകരിക്കുകയും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ, അവൻ്റെ അടിമകളെ, പീഡിപ്പിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, അന്യായത്തിന് ഇരയാക്കപ്പെടുന്നവരുടെ ദുആ കേട്ട്, വിളി കേട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അക്രമികളോട്, മർദ്ദകരോട് കണക്ക് തീർക്കുകയും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഭാവി കെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ചരിത്രത്തിൽ ബർമക്കികൾ അബ്ബാസികളുടെ ഖിലാഫത്തിൽ അധികാരത്തിൽ ഇടം നേടിയ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ബാസികളുടെ ഖിലാഫത്തിൽ ബർമക്കികൾ ഇടം നേടിയപ്പോൾ അവർ സാധു ജനങ്ങളെ ആക്രമിച്ചിരുന്നു. അധികാരത്തിൻ്റെ ബലത്തിൽ അവർ പല ക്രൂരതകളും കാണിച്ചിരുന്നു. പക്ഷേ ഒരു കാലത്ത് അവർക്കുണ്ടായിരുന്ന പേരും പെരുമയും അത് നിലനിന്നില്ല. അബ്ബാസികളുടെ ഖിലാഫത്തിൽ തന്നെ അബ്ബാസി ഭരണാധികാരികളുടെ ചമ്മട്ടി പ്രഹരത്തിന് ബർമക്കികൾ ഇരയാവുകയും അവർ നിഷ്പ്രഭമാവുകയും ചെയ്ത ചരിത്രം കാണാൻ സാധിക്കും. ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇന്നൽ അർള ലില്ലാഹ്, ഭൂമി അത് അള്ളാഹുവിൻ്റെ മുൽക്കാണ്, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, തൻ്റെ ദാസന്മാരിൽ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഈ ഭൂമിയിൽ ആധിപത്യമരുളി അനുഗ്രഹിക്കുന്നതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്നവർക്ക് മാത്രമാണ്. എന്താ ബർമക്കിയുടെ ചരിത്രത്തിൽ കാണുന്നത്? പിതാക്കന്മാരോട് മക്കൾ ചോദിക്കുകയാണ്, എത്ര യശസ്സുള്ള നാളുകളായിരുന്നു ഇന്നലകളിൽ നമുക്ക്, എന്തുകൊണ്ടാണ് നമ്മുടെ യശസ് പോയത്, എന്തുകൊണ്ടാണ് ഈ പീഡന നാളുകൾ നമുക്ക് കൈവന്നത് എന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ കരങ്ങളാൽ, നമ്മളാൽ കുറേ മനുഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ആ പീഡിപ്പിക്കപ്പെട്ടവർ രാത്രി സമയങ്ങളിൽ നമസ്കരിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. അവർ ദുആ ഇരക്കുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾക്കുപരിയിൽ ഉറങ്ങുന്നവനല്ല. അവൻ ആ മദ്ലൂമീങ്ങളുടെ, ആക്രമിക്കപ്പെടുന്നവരുടെ ദുആ കേട്ട്, വിളി കേട്ട് അള്ളാഹുവിൽ നിന്ന് വന്ന അവൻ്റെ അദാബാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നായിരുന്നു മക്കളോട് പിതാക്കൾ പറഞ്ഞിരുന്നത് എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ നാവാൽ, നമ്മളുടെ കരങ്ങളാൽ, നമ്മളുടെ ശ്രമങ്ങളാൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിയും അക്രമത്തിന്, അന്യായത്തിന്
ഇരയാക്കപ്പെടുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ അവസാന ഭാഗം വത്തഖി ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈന അല്ലാഹി ഹിജാബ്. അഖ്റജാഹു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി മുസ്ലിമാണ് ഈ ഹദീസ് അവരുടെ സഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഹദീസ് വലഹുമ അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. വലഹുമ അവർ രണ്ടുപേർക്കുണ്ട് എന്നാണ് ഇമാം ബുഖാരിക്കും മുസ്ലിമിനുമുണ്ട്. അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്പോർട്ട്. എന്താ അതിലുള്ളത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ പറഞ്ഞു, യൗമ ഖൈബർ, ഖൈബർ ദിവസം, ഖൈബർ യുദ്ധ ദിവസം നടത്തും. മദീനയിൽ നിന്ന് 320 അല്ല 100 ചില്ലാനം കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഖൈബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ബനു നദീർ ജൂതഗോത്രത്തെ നാടുകടത്തിയപ്പോൾ ജൂതഗോത്രങ്ങളിൽ വലിയൊരു വിഭാഗം പോയി പാർത്തത് ഖൈബറിലായിരുന്നു. അവർ അവിടെ കോട്ട കെട്ടിയിട്ട് പാർക്കുകയായിരുന്നു. അപ്പോൾ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോയി. അങ്ങനെ അവരുടെ കോട്ടമരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം എത്തിയപ്പോൾ ഖൈബർ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. എന്താ തിരുനബി പറഞ്ഞത്? ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു. ലഉഅതിയന്ന റായ, ഞാൻ ഈ പതാക നൽകുക തന്നെ ചെയ്യും. അറായ എന്ന് പറഞ്ഞാൽ കൊടി, അതായത് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പതാക, അത് ഞാൻ നൽകുക തന്നെ ചെയ്യും. ഗദൻ നാളെ, റജുലൻ ഒരു വ്യക്തിക്ക്, യുഹിബ്ബുല്ലാഹ വറസൂലഹു ആ വ്യക്തി അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു അദ്ദേഹത്തെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നാളെ ഞാൻ ഈ പതാക നൽകുക തന്നെ ചെയ്യും എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറയുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യഫ്തഹുല്ലാഹു അലാ യദൈഹി, യഫ്തഹുല്ലാഹ് അള്ളാഹു വിജയമേകും, അലാ യദൈഹി ആ വ്യക്തിയുടെ ഇരു കരങ്ങളാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കാണോ കൊടി നൽകുന്നത് അയാളുടെ കരങ്ങളാൽ, ആ വ്യക്തിയുടെ കരങ്ങളാൽ അള്ളാഹു വിജയമേകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫബാതന്നാസ് യദൂകൂന ലൈലതഹും അയ്യുഹും യുഅതാഹ. സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഫബാതന്നാസ് അങ്ങനെ രാത്രി ജനങ്ങൾ കഴിച്ചുകൂട്ടി. ബാത്ത എന്ന് പറഞ്ഞാൽ ബൈത്തൂത്ത രാവിലെ കഴിച്ചുകൂട്ടി. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സഹാബത്ത്, യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള യോദ്ധാക്കളായ സഹാബത്ത് കഴിച്ചുകൂട്ടി. എങ്ങനെ? യദൂകൂന ലൈലതഹും അവരുടെ രാത്രി അവർ സംസാരത്തിൽ മുഴുകിക്കൊണ്ട്. അയ്യുഹും യുഅതാഹ എന്താ അവരുടെ സംസാരം? അയ്യുഹും തങ്ങളിൽ ആരാണ് യുഅതാഹ ആ പതാക നൽകപ്പെടുന്നത്? ആർക്കായിരിക്കും ആ പതാക കിട്ടുക? തങ്ങളിൽ ആർക്കാണ് അത് നൽകപ്പെടുക എന്ന സംസാരത്തിൽ അവർ രാവ് മുഴുവൻ ചെലവഴിച്ചു. അല്ലാഹു അക്ബർ. അതായത് ഖൈബർ കോട്ടകളിൽ ജൂതരോട് യുദ്ധം ചെയ്യുവാനുള്ള മുസ്ലിം സൈന്യത്തിൻ്റെ പതാക ഏന്തി മുന്നിൽ നടക്കുവാൻ ആ പതാക നൽകപ്പെടുന്നത് ആരാണ്? തങ്ങളിൽ ആർക്കായിരിക്കും അത് ലഭിക്കുക? ആ വിഷയത്തിലാണ് അവരുടെ ചർച്ച. അവർ ധീരന്മാരായിരുന്നു, വീരന്മാരായിരുന്നു. ഹുമുർ റിജാലു ബി അഫ്യാഇൽ ജിഹാദി നമു വതഹ്ത സഖ്ഫിൽ മആലി വന്നദാ ഉലിദു ജിബാഹുഹും മൻ ഹനത് ഇല്ലാ ലി ഖാലിഖിഹാ വഗൈറ മൻ അബ്ദഅൽ അക്വാന മാ ഖസദു വൽ ഖാതിബൂന മിനൽ അലിയായി അക്രമഹും വസ്സാബിഖൂന വഗൈറ അല്ലാഹി മാ ഖസദു. ഇതാണ് ഒരു കവി സഹാബത്തിനെ വർണ്ണിച്ചിട്ട് പാടിയത്. അവരാണ് റിജാൽ. അവർ ജിഹാദിൻ്റെ നിഴലിലാണ് ജീവിച്ചത്, വളർന്നത്. വതഹ്ത സഖ്ഫിൽ മആലി വന്നദാ ഉലിദു അവർ ഔന്നിത്യത്തിൻ്റെ മേൽക്കൂര കീഴിലാണ് ജനിക്കപ്പെട്ടത്.
ജിബാഹുഹും മൻഹനത് ഇല്ലാ ലിഖാലിഖിഹ വഗൈറ മൻ അബദ അൽ അക്വാന മാ ഖസദു. അവരുടെ നെറ്റിത്തടം ഒരിക്കലും ആ നെറ്റികളെ സൃഷ്ടിച്ച നാഥനല്ലാതെ കുനിച്ചിട്ടില്ല. നാഥന് മുന്നിൽ മാത്രമാണ് അവരുടെ തല കുനിഞ്ഞിട്ടുള്ളത്. മറ്റൊരാളുടെ മുമ്പിലും അവർ കുനിക്കുകയോ നമിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വൽ ഖാതിബൂന മിനൽ അലിയായി അക്രമഹും, ഉന്നതങ്ങളിൽ അവരെ ആദരിച്ചിട്ടുണ്ട് അന്വേഷകർ. വസാബിഖൂൻ വഗൈറല്ലാഹി മാ ഖസദു, അവരാകുന്നു മുമ്പന്മാർ. വഗൈറല്ലാഹി മാ ഖസദു, അവർ അള്ളാഹു അല്ലാത്തവരെ ഒരിക്കലും ലക്ഷ്യമാക്കിയിട്ടേ ഇല്ല, ഉദ്ദേശിച്ചിട്ടേ ഇല്ല, നിയ്യത്ത് ചെയ്തിട്ടില്ല. അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിനെയാണ് അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവരായിരുന്നു സഹാബികൾ. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരം ഖൈറിന് വേണ്ടിയായിരുന്നു. രാവ് ചെലവഴിച്ചിരുന്നത് അവർ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ആർക്കാണ് പതാക നൽകപ്പെടുക എന്നതിലായിരുന്നു അവരുടെ രാത്രി മുഴുവനുള്ള സംസാരം. അങ്ങനെ ഫലമ്മ അസ്ബഹു ഗദവ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഫലമ്മ അസ്ബഹു, പ്രഭാതത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ, ഗദവ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു, രാവിലെ ചെന്നു. കുല്ലുഹും യർജു അൻ യുഅതാഹ, കുല്ലുഹും, സഹാബികൾ എല്ലാവരും യർജു, ആഗ്രഹിക്കുന്നു, അൻ യുഅതാഹ, തനിക്ക് ആ പതാക നൽകപ്പെടണമെന്ന്. എല്ലാവർക്കും തനിക്ക് ആ പതാക കിട്ടട്ടെ എന്ന ആഗ്രഹത്തിലാണ് ചെല്ലുന്നത്. ഫഖാൽ, അപ്പോൾ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന അലി ഇബ്നു അബി താലിബ്, അലി ഇബ്നു അബി താലിബ് എവിടെയാണ്? അലി റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചത്, അലി എവിടെയാണ് എന്ന് ചോദിച്ചു. ഫഖീൽ, പറയപ്പെട്ടു, ഹുവ യഷ്തക്കി ഐനൈഹി, ഹുവ അലി യഷ്തക്കി ഐനൈഹി, തൻ്റെ കണ്ണിന് രോഗം വന്നിട്ട് അത് വേവലാതിപ്പെടുകയാണ്. അതായത് കണ്ണുകൾക്ക് രോഗമാണെന്ന്, അത് രോഗത്താൽ പ്രയാസപ്പെടുകയാണ് എന്ന് പറഞ്ഞു. ഫഅർസലു ഇലൈഹി ഫഉതിയ ബിഹി, അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ആളുകളെ നിയോഗിക്കുകയും അലി റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരപ്പെടുകയും ചെയ്തു. ഫബസഖ ഫി ഐനൈഹി, ഫബസഖ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പി, ഫി ഐനൈഹി, അലിയാരുടെ ഇരു കണ്ണുകളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് ബർക്കത്തുള്ള ഉമിനീരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീർ അലിയാരുടെ കണ്ണിൽ പതിച്ചു. മാത്രമല്ല വദഅലഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു. ഫബറഅ കഅൻ ലം യകുൻ ബിഹി വജഅ, അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സുഖപ്പെട്ട്, ബറ, കണ്ണുകൾക്ക് സൗഖ്യമായി, അദ്ദേഹത്തിന് സുഖമായി. കഅൻ ലം യകുൻ ബിഹി വജഅ, അദ്ദേഹത്തിന് ഒരു വേദനയും ഉണ്ടായിട്ടില്ലാത്തതുപോലെ, ഒരു പ്രയാസവും ഇല്ലാത്ത വിധം അദ്ദേഹത്തിന് സുഖം വരികയുണ്ടായി. ഫഅഅതാഹു റായ, നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പതാക നൽകുകയുണ്ടായി. ഫഅഅതാഹു, തിരുനബി അദ്ദേഹത്തിന് നൽകി, അറായത, കൊടി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഇവിടെ അലിയാരെ തേടി വന്ന ഭാഗ്യം നോക്കി നിങ്ങൾ. അദ്ദേഹം ഒരിക്കലും ഈ സഹാബത്തിനോടൊപ്പം ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. ആർക്കാണ് കൊടി ലഭിക്കുക, തനിക്ക് നൽകപ്പെടണം എന്ന നിലയിൽ ചർച്ചയിൽ അലിയാരില്ല. കാരണം കണ്ണിന് അസുഖമായിട്ട് അദ്ദേഹം വേറെ രോഗത്താണ്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം പ്രമാദത്തിൽ ഓടിയെത്തിയിട്ടില്ല, തനിക്ക് ആ കൊടി കിട്ടണം എന്നുള്ള ആൾക്ക്. എല്ലാവരും ഓടി വന്നു, പക്ഷെ അലിയാർ വന്നിട്ടില്ല. കാരണം അദ്ദേഹം വേദനിച്ച് കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തെ തേടിയാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തെ തേടിയാണ് ഭാഗ്യമെത്തിയത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, തൻ്റെ കരങ്ങളാൽ വിജയമുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു വിജയമേകുമെന്ന് പറഞ്ഞ ആ മഹത്വം അതാർക്കാ കിട്ടിയത്? അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അലി റളിയല്ലാഹു തആല അൻഹു മഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത വളരെ പ്രശസ്തമാണ്. അലി റളിയല്ലാഹു തആല അൻഹു എന്താണ് പതാകയ്ക്ക് വേണ്ടി ഓടാതിരുന്നത്? തനിക്ക് ഇത് ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് സംസാരത്തിന് മുഖാതിരുന്നത് അദ്ദേഹത്തിൻ്റെ രോഗം കാരണത്താലാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞതും ശുദ്ധവുമായിരുന്നു. ചരിത്രത്തിൽ അറിയില്ലേ, അംർ ഇബ്നു വുദ് എന്ന് പറയുന്ന ഒരു മല്ലൻ ഉണ്ടായിരുന്നു മുശ്രിക്കുകളിൽ. അംർ ഇബ്നു വുദ് എന്ന മല്ലൻ ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹുമായി ഖന്തഖ് യുദ്ധത്തിൽ
വന്ന യുദ്ധത്തിൽ മത്സരത്തിലകപ്പെട്ട് അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു അംർ ഇബ്നു വുദ്ദിനെ മലർത്തി കിടത്തി നെഞ്ഞത്ത് കയറിയിരിക്കുകയാണ്. അപ്പം എന്താ അംർ ഇബ്നു വുദ് പറഞ്ഞത്? അംർ ഇബ്നു വുദ് വളരെ മല്ലനാണ്. പറഞ്ഞത് ഖുറൈശികളിൽ എത്രയോ ആളുകൾ ഏറെ ആഗ്രഹിച്ച ഒരു സംഗതിയായിരുന്നു എന്നെ മലർത്തിയടിച്ച് എൻ്റെ മേൽ കയറിയിരിക്കുക എന്നുള്ളത്. ധാരാളം ആളുകൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ ഏറ്റുമുട്ടിയിട്ട് എന്നെ വീഴ്ത്തുക എന്നുള്ളത്. ആർക്കും അതിന് സാധിച്ചിട്ടില്ല. അവർക്കൊന്നും സാധിക്കാത്ത ഒരു ഇരുത്തമാണ് അലി നീ ഇരിക്കുന്നത് എന്നാണ് അംർ ഇബ്നു വുദ് എന്ന മുശ്രിക്ക് അലിയാരോട് പറയുന്നത്. അപ്പോൾ അലിയാർ അയാളെ കിടത്തി നെഞ്ചത്തിരിക്കുകയാണ്. അലിയാർ തൻ്റെ വാളെടുത്ത് എന്നിട്ട് അംർ ഇബ്നു വുദ്ദിൻ്റെ കഴുത്തിൽ വെച്ച്. അപ്പോഴും അംർ ഇബ്നു വുദ് പറയാണ്, എത്രയോ വമ്പന്മാർ മല്ലന്മാർ ഊക്കുള്ളവർ ഖുറൈശികളിലുണ്ട്, അവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു മുഹൂർത്തം, അവർക്കൊന്നും സാധിക്കാത്തയിടത്താണ് അലി നിങ്ങൾ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞ് അംർ ഇബ്നു വുദ് ഒരൊറ്റ തുപ്പാണ് അലിയാരുടെ മുഖത്തേക്ക്. എന്താ അലിയാർ ചെയ്തത്? അലിയാർ വാളെടുക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? അലിയാർ ആദ്യം വാള് വെച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ട് മുശ്രിക്കിനെ കൊല്ലാനാണ്. അംർ ഇബ്നു വുദ് മുഖത്തേക്ക് തുപ്പിയപ്പോൾ പിന്നെ അലിയാർ കൊല്ലേണ്ടത് ഈ തുപ്പിയതിന് പകരം വിട്ടാനാണ്, തനിക്ക് വേണ്ടിയാണ്. കണ്ട, അത് ഇഖ്ലാസ് ഇല്ലാത്ത പരിപാടിയാണ്. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം തൻ്റെ ശ്രമങ്ങളെല്ലാം, അതെവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും. ഇതായിരുന്നു അലിയാരുടെ പക്ഷം. അതുകൊണ്ടാണ് ആ തുപ്പിയതിൽ പിന്നെ അലിയാർ വധിക്കാതിരുന്നത്, വാൾ ഉയർത്തിയത്. അത് അലി റളിയല്ലാഹു തആലയുടെ ഇഖ്ലാസിനെയും നിഷ്കളങ്കമായ നിഷ്കപടമായ അദ്ദേഹത്തിൻ്റെ നിയ്യത്തിനെയുമാണ് അറിയിക്കുന്നത്. അതാണ് അലി റളിയല്ലാഹു തആലയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ ചോദിച്ച് അലിയാർക്ക് പതാക നൽകിയത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? ഫഖാൽ ഉൻഫുസ് അലാ റിസ്ലിക് ഹത്താ തൻസില ബിസാഹതിഹിം. അലിയാർ, നിങ്ങൾ നിങ്ങളുടെ മാർഗേണ സാവകാശത്തിൽ അവധാനതയിൽ ചലിക്കുക. ഹത്താ തൻസില ബിസാഹതിഹിം, അങ്ങനെ അവരുടെ കോട്ടമുറ്റത്ത് തങ്ങൾ ചെന്നിറങ്ങുക. യഹൂദന്മാരുടെ കോട്ടമുറ്റത്ത്, ബനൂ നദീർ ജൂതഗോത്രത്തിന്റെ കോട്ടകളുടെ മരത്ത് നിങ്ങൾ ചെന്നിറങ്ങുക. സുമ്മദ്ഉഹും ഇലൽ ഇസ്ലാം, എന്നിട്ട് ഉദ്ഉഹും താങ്കൾ അവരെ ക്ഷണിക്കണം, ഇലൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്. വഅഖ്ബിറുഹും, മാത്രമല്ല അവരോട് അറിയിക്കണം, ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി തആല ഫീഹി. വഅഖ്ബിറുഹും, അവരോട് പറയണം, ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാ, അള്ളാഹുവിൻ്റെ അവകാശങ്ങളിൽ അവരുടെ മേൽ ബാധ്യതയായത്. അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിന് അവർ നമസ്കരിക്കണം, അതേപോലെ തന്നെ ദീനിയായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹക്കായിട്ട് അവരുടെ മേൽ ബാധ്യതയായത് അവരെ അറിയിക്കണം. ഫിഹി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ഹക്കായി അവരുടെ മേൽ ബാധ്യതയായത് അവരെ അറിയിക്കണം, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കണം. ഫവല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരോട് പറയാണ്, അള്ളാഹുവാണേ സത്യം, ലഅൻ യഹ്ദി അല്ലാഹു ബിക് റജുലൻ വാഹിദൻ. അലിയാർ, താങ്കളെ കൊണ്ട് അള്ളാഹു ഒരു മനുഷ്യന് ഹിദായത്ത് നൽകലാണ്. ലഅൻ യഹ്ദി അല്ലാഹു ബിക്, താങ്കളെ കൊണ്ട് അള്ളാഹു ഒരു മനുഷ്യന് ഹിദായത്ത് നൽകലാണ്. റജുലൻ വാഹിദൻ, ഒരൊറ്റ മനുഷ്യന്, ഒരാൾക്ക് ഹിദായത്ത് നൽകലാണ്. ഖൈറുൻ ലക്, താങ്കൾക്ക് അഫ്ദലായിട്ടുള്ളത് ഉത്തമമായിട്ടുള്ളത്, മിൻ ഹുംരിൻ നിഅം, മിൻ ഹുംരിൻ നഅം. ഹുംറുൻ നഅം എന്ന് പറഞ്ഞാൽ, നഅം എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ, ഹുംർ എന്ന് പറഞ്ഞാൽ ചുവന്ന, അഹ്മർ എന്നുള്ളതിൽ നിന്നാണ് ഹുംർ ഉണ്ടായത്. ഒട്ടകങ്ങളിൽ ചുവന്നത്. അറബികൾക്ക് ഏറ്റവും മൂല്യവത്തായ വിലപിടിപ്പുള്ള സമ്പത്തായിരുന്നു ചുവന്ന ഒട്ടകങ്ങൾ, ഒട്ടകങ്ങളിൽ ചുവപ്പുള്ളത്. അപ്പോൾ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ യുദ്ധാർജിത സ്വത്തായി കിട്ടുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ചുവന്ന ഒട്ടകങ്ങളാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ പഠിപ്പിക്കുകയാണ്, ചുവന്ന ഒട്ടകങ്ങൾ യുദ്ധാർജിത സ്വത്തായി, മേന്മയുള്ള സ്വത്തായി നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങളുടെ കരങ്ങളാൽ ഒരാൾ ഹിദായത്തിലാകലാണ്. അതുകൊണ്ട് ജൂതരോട് ആദ്യം പടവെട്ടുകയും ആയുധപ്രയോഗം നടത്തുകയല്ല വേണ്ടത്, രക്തം ചിന്തയല്ല വേണ്ടത്. പ്രത്യുത അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിന് അവരുടെ മേൽ ബാധ്യതയായ ഹക്ക്, അവകാശം അവരെ അറിയിക്കുകയുമാണ് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ഇവിടെ ഈ സംഭവം എന്തിനാ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്? നമ്മൾ പറഞ്ഞു, തൗഹീദിന്റെ ഹുക്മ്, തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ ഹുക്മ് അറിയിക്കാനാണ്, അത് നിർബന്ധമാണെന്ന് അറിയിക്കാനാണ്.
എവിടെയാണ് അത് അറിയിക്കുന്നത്? ഈ സ്ഥലത്താണ് അത് അറിയിക്കുന്നത്. അഥവാ ജൂതരുടെ കോട്ടമുറ്റത്ത് നിങ്ങൾ ചെന്നെത്തിയാൽ സുമ്മദുഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമും ഈമാനുമാണ് ഉദ്ദേശം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് സമർപ്പിക്കലാണ്. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അള്ളാഹുവിന് വഴിപ്പെട്ടുള്ള ജീവിതത്തിലൂടെ അള്ളാഹുവിന് കീഴ്പ്പെടലാണ്. വൽ ബറാഅത്ത് മിന ശിർക്കി വ അഹ്ലിഹി, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നും ഒഴിയലുമാണ്. അപ്പോൾ ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നും ഒഴിഞ്ഞ് പുണ്യകർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിനയപ്പെട്ട് തൗഹീദ് കൊണ്ട് അള്ളാഹുവിന് ഇസ്തിസ്ലാം സമർപ്പിച്ച് ജീവിക്കലാണ് എന്ത്? ഇസ്ലാം. അതിലേക്ക് ക്ഷണിക്കാനാണ് പറയുന്നത്. ഇവിടെ തൗഹീദിലേക്കുള്ള ക്ഷണത്തിൻ്റെ വിധി ഇത് അറിയിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഇവിടെയുള്ള ഒരു ഭാഗം കൂടി ഞാൻ ഉണർത്തുകയാണ്. ഇതെന്താണ്? ഈ ബനൂ നദീർ എന്ന് പറയുന്ന ജൂതഗോത്രം ഇവരെ ഖൈബറിലാണുള്ളത്. ഖൈബറിൽ ചെന്നിട്ട് ഇവരെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്താനാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ജൂതഗോത്രത്തിന് ഇസ്ലാം എത്തിയിട്ടില്ലേ? ജൂതഗോത്രത്തിന് ഇസ്ലാം എത്തിയിട്ടുണ്ട്. എവിടെ വെച്ച്? മദീനയിൽ വെച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ വരുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന 3 ജൂതഗോത്രങ്ങളിൽ ഒന്നാണ് ബനൂ നദീർ. ബനൂ ഖൈനുഖ, ബനൂ നദീർ, ബനൂ ഖുറൈദ ജൂതഗോത്രങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നു. ബനൂ ഖൈനുഖായിനെയും ബനൂ നദീറിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് നാട് കടത്തിയതാണ്. എപ്പോൾ? അവർക്ക് ദഅവത്ത് എത്തിയതിന് ശേഷം. അവർക്ക് ഇസ്ലാം അറിയാം, തൗഹീദ് അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് അറിയാം. പക്ഷേ അവരുടെ ദുഷ്ടചെയ്തികൾ കാരണത്താലും അവർ ഹക്ക് സ്വീകരിക്കാത്തതിരുന്നത് കാരണത്താലും അവർ മുസ്ലിമീങ്ങൾക്കെതിരിൽ കുതന്ത്രം പ്രയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ ശ്രമിച്ചു. പല അന്യായങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജൂതഗോത്രങ്ങളെ ബനൂ ഖൈനുഖാനെയും ബനൂ നദീറിനെയും നാട് കടത്തുകയാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ദഅവത്ത് എത്തിയവരാണ് ആര്? ബനൂ നദീർ ജൂതഗോത്രം. അങ്ങനെയുള്ള ജൂതന്മാരാണ് എവിടെ ഉള്ളത്? ഖൈബറിലുള്ളത്. പക്ഷേ അവരുടെ നേരെ ആയുധവുമായിട്ട് മുസ്ലിം സൈന്യം പോയപ്പോൾ റസൂലുള്ള പറഞ്ഞ എന്താ? അവർക്ക് ദഅവത്ത് എത്തിയിട്ടുണ്ട്, അവർ ധിക്കാരികളായിട്ട് സ്വീകരിക്കാതിരുന്നതാണ്, അതുകൊണ്ട് അലത്തൂല് യുദ്ധം ചെയ്യാനല്ല, പിന്നെയോ വീണ്ടും അവരെ ദഅവത്ത് നടത്താനാണ് പറയുന്നത്. വീണ്ടും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കാനാണ് പറയുന്നത്. അപ്പം അത് ദഅവത്ത് നടത്തൽ നിർബന്ധമാണ്, അനിവാര്യമാണ് എന്നുള്ളത് അറിയിക്കുന്നു. മറ്റൊന്നറിയിക്കുന്നത്, ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ രക്തമല്ല, മനുഷ്യന്മാരുടെ തലയല്ല. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരുടെ ഹിദായത്താണ്. ആളുകൾ നരകത്തിൽ കത്താൻ പാടുള്ളതല്ല, മനുഷ്യന്മാർ നാശകർത്തത്തിൽ പതിക്കാൻ പാടുള്ളതല്ല, മനുഷ്യന്മാർ സൽപാന്താവിലും സത്യദീനിലും വഴി നടക്കണം. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആയുധം പ്രയോഗിക്കുകയല്ല വേണ്ടത്. ദഅവത്ത് എത്തിയവരാണെങ്കിലും ആ ബനൂ നദീർ ഗോത്രത്തോട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവരെ ഇസ്ലാം അറിയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ മഹത്വം അറിയിക്കുകയാണ്. ഒന്നുകൂടി ഇസ്ലാമിലേക്ക് അവർക്ക് നേരെയുള്ള ക്ഷണം, അതിൽ കുറവ് വരുത്തരുത്, വീഴ്ച ഉണ്ടാവരുത്, അതിന് മഹത്തായ പ്രതിഫലമുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംരിൻ നഅം. ഒട്ടകങ്ങൾ, ചുവന്ന ഒട്ടകങ്ങൾ യുദ്ധസ്വത്തായിട്ട് മഹത്തായ സമ്പത്താണ്. അതുണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒരാൾ താങ്കളുടെ കരങ്ങളാൽ ഹിദായത്തിലാവലാണ്, അള്ളാഹു അയാൾക്ക് ഹിദായത്തേക്കലാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്. ഇതും ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ തൗഹീദിലേക്കുള്ള ദഅവത്തിൻ്റെ ഹുക്കും, വിധി എന്ത് എന്നത് ഒരായത്ത്, അതേപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്യുന്നതായ 2 ഹദീസുകൾ, അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ ഭാഗമാണ് നമ്മളിവിടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടർന്ന് വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാനും ഇസ്തിഖാമത്തും കനിയുമാറാവട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സത്യദീനിൽ യഥാവിധം വഴി നടത്തുമാറാവട്ടെ. അല്ലാഹു യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് യഥാർത്ഥ വിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.